നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി അതിൻ്റെ വിൽപ്പന സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. തൃശ്ശൂർ പാണഞ്ചേരിയിൽ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആദ്യ വിൽപ്പനയും നടത്തി. ഭാരത് അരിയും കടലപ്പരിപ്പുമാണ് വിൽപ്പനയ്ക്കായി ആദ്യം എത്തിയത്. പൊന്നിയരി എന്ന് നമ്മൾ വിളിക്കുന്ന ഭാരത് അരി കിലോയ്ക്ക് 29 രൂപയാണ് നിരക്ക്. 5 കിലോയുടെ പാക്കറ്റിലും 10 കിലോയുടെ പാക്കറ്റിലുമാണ് നിലവിൽ വിൽപ്പനയുള്ളത്. തൃശ്ശൂരിൽ 5 കിലോ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തി. കടലപ്പരിപ്പിനാകട്ടെ കിലോയ്ക്ക് 60 രൂപയും. തൃശ്ശൂർ ജില്ലയിൽ 10 ഇടങ്ങളിലായിട്ടാണ് ആദ്യ ദിവസം 150 ചാക്ക് അരി വിൽക്കാനായി സാധിച്ചത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ വിൽപ്പന നടത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പുറത്തിറക്കിയ ഭാരത് അരി വിതരണം തൃശ്ശൂരിൽ തുടങ്ങിയതിന് തൊട്ട് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി JR അനിൽ നടത്തിയിരിക്കുന്നത്. മോദിയുടെ പടം വെച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും ഒട്ടും തന്നെ യോജിച്ച ഒരു നീക്കമല്ല എന്നാണ് മന്ത്രി വിമർശിച്ചിരിക്കുന്നത്. വോട്ട് ബാങ്ക് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കേവലം 24 രൂപയ്ക്കാണ് സപ്ലൈകോ വഴി കേരളം ഈ അരി വിതരണം ചെയ്യുന്നത്. അതേ അരി തന്നെ 29 രൂപയ്ക്ക് നൽകുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. നെടുമങ്ങാട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യവിതരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് വെറും രാഷ്ട്രീയ കളി തന്നെയാണ്. അതിനിറങ്ങിയതാകട്ടെ തൃശ്ശൂരിലും. റേഷൻ കടയിൽ ലഭിക്കുന്ന അരിയാണ് 29 രൂപയ്ക്ക് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത്. റേഷൻ കടയിൽ കിട്ടുന്ന ചമ്പാരിയല്ല ഇത്, മറിച്ച് ചാക്കരി എന്ന നാട്ടിൽ പറയുന്ന അരിയാണ്. അല്ലാതെ കൂടിയ ജയരിയുമല്ല. ഇതേ അരി തന്നെയാണ് 24 രൂപയ്ക്ക് സപ്ലൈകോ വഴി വിറ്റഴിക്കുന്നത്. ഇതേ അരിയാണ് 4 രൂപയ്ക്ക് റേഷൻ കട വഴി നീല കാർഡുകാർക്കും 10 രൂപ 90 പൈസയ്ക്ക് വെള്ള കാർഡുകാർക്കും നൽകി പോരുന്നത്. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നതെന്നുള്ള വിമർശനവും മന്ത്രി JR അനിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വാതിലടച്ചതിന് ശേഷമാണ് കേന്ദ്രം നിലവിൽ 29 രൂപയ്ക്ക് അരി നൽകുന്നത്. ഇത്തരത്തിലാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ചോദ്യവും ഇതോടൊപ്പം തന്നെ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലാകട്ടെ 14,250 കേന്ദ്രങ്ങളിൽ റേഷൻ കടകളുണ്ട്. ഈ രീതിയിൽ വളരെ ഫലപ്രദമായി തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് തൃശ്ശൂരിനെ അങ്ങ് എടുക്കാൻ വേണ്ടി അരി വിതരണം നടത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാരിന് കേന്ദ്രം നൽകാനുള്ള തുക നൽകുന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും മന്ത്രി ഇതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് കേരളത്തിൽ ഭാരത് റൈസ് വിതരണം ചെയ്തു പോരുന്നത്. FCI ഗോഡൌണിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ മില്ലേഴ്സ് അസോസിയേഷൻ്റെ സഹകരണത്തോടുകൂടി പെട്ടി ഓട്ടോറിക്ഷകളിലായിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചത്. ജില്ലയിൽ വാഹനങ്ങളിൽ കൂടുതലിടങ്ങളിൽ അരി എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും ഈ ഭാരത് അരി എന്ന 29 രൂപയുടെ 5 കിലോ പാക്കറ്റുകളിലായിട്ടുള്ള അരി എത്തിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ലോറികളിലും വാനുകളിലുമായി കേരളം മുഴുവൻ അങ്ങനെ ഭാരത് അരി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചത്. വിവിധ ജില്ലകളിലായി NCCFൻ്റെ 200 ഔട്ട്ലെറ്റുകളും ആരംഭിക്കാൻ പോവുകയാണ്. FCI വഴി ലഭ്യമാകുന്ന 5 ലക്ഷം ടൺ അരിയാണ് ആദ്യഘട്ടത്തിൽ ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറുന്നത്. കേന്ദ്ര സർക്കാർ പിന്തുണയുള്ള ഇ-കൊമേഴ്സ് ശൃംഖലയായ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് സൈറ്റിലും ഭാരത് റൈസ് കിട്ടുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.